ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് അമേരിക്കയിലുണ്ടായിരുന്ന ഒരു വലിയ സാമ്രാജ്യമായിരുന്നു ഇൻക സാമ്രാജ്യം. അവരുടെ പ്രതാപകാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അവർ. ഇടയിലുണ്ടായിരുന്ന ഒരു വളരെ വിചിത്രമായ ഒരു രീതിയാണ് ചൈൽഡ് സാക്രിഫൈസ്. അപ്പൊ ഇവരുടെ രാജ്യം എത്രമാത്രം വലുതെന്ന് വെച്ചാൽ ഇന്നത്തെ പെറു, പിന്നെ ഇക്വഡോർ, ബൊളീവിയ, അർജന്റീന, ചിലി, കൊളംബിയ എന്ന രാജ്യങ്ങളുടെ ഭാഗങ്ങളെല്ലാം ചേർന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഇൻക സാമ്രാജ്യം. അപ്പോൾ അവര് ഇത്രയും വലിയ സാമ്രാജ്യത്തിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും അവര് കുട്ടികളെ, അതായത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കുട്ടികളെ, ശരീരത്തൊരു പാടോ അല്ലെങ്കിൽ ഒരു മുറിവിൻ്റെ അടയാളമോ ഒന്നും ഇല്ലാത്ത പെർഫെക്റ്റ് ആയ കുട്ടികളെയായിരുന്നു അവർ ചൂസ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തു നിന്നും ചൂസ് ചെയ്തിട്ട് അവരവരുടെ തലസ്ഥാന നഗരിയായ കുസ്കോയിൽ കൊണ്ടുവരായിരുന്നു. എന്നിട്ട് ഈ കുട്ടികളെ ഇതിനു വേണ്ടി അവരുടെ റിച്വൽസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അവരുടെ ജീവിതം അവസാനിക്കുന്നത് വരെ പ്രത്യേക പരിഗണനയൊക്കെ കൊടുക്കും. പ്രത്യേകതരം ഭക്ഷണങ്ങളും ഒക്കെയായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. ആ കുട്ടികളെ വളരെ രാജകീയമായിട്ടായിരുന്നു വളർത്തിയിരുന്നത്. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെയാണ് ആൾക്കാർ കൊടുക്കുക എന്ന്, അവരുടെ സ്വന്തം കുട്ടികളെ ഇതിനു വേണ്ടി. പക്ഷേ മിക്കപ്പോഴും കുട്ടികളുടെ മാതാപിതാക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ കുട്ടികളെ ഈ റിച്വലിന് വേണ്ടി കൊടുക്കുമായിരുന്നു. പലപ്പോഴും ഈ കൊടുക്കപ്പെടുന്ന കുട്ടികൾ ഈ വളരെ നോബിൾസ്, അവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള നോബിൾസിന്റെ മക്കളായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ ചിലപ്പോൾ നോബിൾസിനെ, രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരിക്കാം അവരവരുടെ കുട്ടികളെ കൊടുക്കുക. പിന്നെ ഈ കുട്ടികളെ കൊടുത്തിരുന്നപ്പോൾ അതൊരു വളരെ വലിയ കാര്യമായിട്ട്, ആദരിക്കപ്പെടേണ്ട കാര്യമായിട്ടായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത്. ആ കുട്ടികളെയും അവർ ആദരിച്ചിരുന്നു, അങ്ങനെ ആ കുടുംബത്തെയും അവർ ആദരിച്ചിരുന്നു. ഇവർ ചെയ്യുന്ന വെച്ചാൽ ഇവർ ആൻഡസ് പർവ്വത നിരയുണ്ടല്ലോ, അവിടുത്തെ ഏറ്റവും നല്ല ഹൈറ്റുള്ള മൗണ്ടൻസ്, ഈ ഐസുള്ള അങ്ങനത്തെ ഉള്ള സ്ഥലത്ത്, ഇത്രയും തണുപ്പുള്ള മൗണ്ടൻ ടോപ്സിലൊക്കെ പോയിട്ടായിരുന്നു ഈ കുട്ടികളെ ബറി ചെയ്യുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഈ മൗണ്ടൻസിനും ദൈവികത ഉണ്ടായിരുന്നു, പിന്നെ സണ്ണിന് ദൈവികത ഉണ്ടായിരുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇവർ കുട്ടികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടികളാണെങ്കിൽ 10 വയസ്സിൽ താഴെയും പെൺകുട്ടികളായിരുന്നെങ്കിൽ 16 വയസ്സിന് താഴെയും വേർജിൻസും ആയിരുന്നിരിക്കണം, കന്യകകളും ആയിരുന്നു. ഇതിൽ തന്നെ ഒരു പ്രത്യേക കുട്ടിയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ 1999 അർജന്റീനയിലെ ഒരു ലുലുലായ്ക്കോ എന്നൊരു മൗണ്ട് ഉണ്ട്, ആൻഡസ് പർവ്വതനിരയിൽ തന്നെയുള്ള ഒരു മൗണ്ട് ഉണ്ട്. ആ മൗണ്ടനിൽ നിന്ന് ഒരു 3 കുട്ടികളുടെ ബോഡി കിട്ടി, മമ്മിഫൈഡ് ബോഡി, മമ്മീസ് കിട്ടിയായിരുന്നു. ഇതിൽ തന്നെ ഒരു കുട്ടിയാണ് ഇത്, ഈ കാണുന്ന ഡോൺസെല്ല എന്നുള്ള കുട്ടിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രിസർവ്ഡ് ആയ മമ്മി കണക്കാക്കപ്പെടുന്നത്. ഈ കുട്ടിയുടെ കൂടെ വേറെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ആൺകുട്ടിക്ക് 7 വയസ്സും പെൺകുട്ടിക്ക് 6 വയസ്സായിരുന്നു. ഈ കുട്ടിക്ക് ഏകദേശം 14 അല്ലെങ്കിൽ 15 വയസ്സായിരുന്നു. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് ആ മൗണ്ടിൻ്റെ മുകളിൽ പോയിട്ട് ഇവരെ ജീവനോടെ അടക്കി. ഈ കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അവര് ജീവനോടെയാണ് അടക്കിയിരുന്നത്. ആൺകുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അവൻ്റെ തലയിൽ അടി കിട്ടിയ ഒരു എവിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ഇല്ലായിരുന്നു മരിക്കുമ്പോഴേ. അപ്പോൾ ഒരു മിക്കവാറും ഉറക്കത്തിൽ തന്നെ മരണപ്പെട്ടു എന്നാണ് വിചാരിക്കപ്പെടുന്നത്. നമ്മൾ വിചാരിക്കാതെ എങ്ങനെ ഇവർ അങ്ങനെ നിന്നു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അവരെ അങ്ങനെയാണ് വളർത്തുന്നത്. ഇവർ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഇവരിതിനു വേണ്ടിയാണ് എന്ന ഒരു ധാരണ അവർക്കുണ്ടാവും. അപ്പം ഈ കുട്ടിയുടെ മുടി ഇവർ സാമ്പിൾ ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഒരുപാട് കൊക്ക ലീവ്സ് എന്ന് പറഞ്ഞാൽ, കൊക്ക ചെടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീവ്സ് എക്സ്ട്രാക്ട് പ്യൂരിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ കൊക്കൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൊക്ക ആസ് സച്ച് കൊക്കൈൻ്റെ അത്രയും പവർഫുൾ അല്ലെങ്കിലും അതൊരു സ്റ്റിമുലൻ്റ് ആണ് ഈ കൊക്ക. അപ്പോൾ ഈ ഇൻകയെ സംബന്ധിച്ച് കൊക്ക എന്നുള്ള ചെടി വളരെ ദൈവികതയുള്ള ചെടിയായിരുന്നു. അപ്പോൾ ഇവർ എപ്പോഴും ഇത് ചവച്ചിരുന്നു. മുടി ഇവർ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ കുട്ടിക്ക് ഒരു വർഷമായിട്ട് കുറേ അധികം ലീവ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ആൽക്കഹോൾ, അതായത് മദ്യവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബറി ചെയ്യുന്നതിൻ്റെ മുന്നേ ഇവർ നല്ലൊരു എമൗണ്ട് ഓഫ് ഇതിൻ്റെ ഒരു മിക്സും കൊടുക്കും, അതായത് ഒട്ടും റെസിസ്റ്റൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. കുട്ടിയെ തന്നെ നമ്മൾ നോക്കി ആ മുടിയൊക്കെ എന്തുമാത്രം പ്രിസർവ്ഡ് ആയിട്ടിരിക്കുന്നു. മുഖമാണെങ്കിലും മുഖത്ത് ആ മുടി ഇരുന്ന പാടാണ് കാണുന്നത്. കൈയും നമ്മുടെ ഈ കൊക്ക ലീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ കൊക്കക്കോള തുടങ്ങിയ വർഷങ്ങളിൽ ഇവർ കൊക്ക ലീവ്സിൻ്റെ എക്സ്ട്രാക്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെ അത് നിർത്തിയെങ്കിലും ആദ്യകാലത്തെ കൊക്കക്കോളയിൽ കൊക്ക ലീവ്സിൻ്റെ എക്സ്ട്രാക്ട് ഉണ്ടായിരുന്നു. 500 വർഷം മുന്നുള്ള ഒരു കുട്ടിയാണ് നമ്മൾ കാണുന്നത്. അവരുടെ അന്നത്തെ ഡ്രസ്സിൽ ആ കഴുത്തിലൊക്കെ ഉള്ളത് അവരുടെ ഇൻകാസിൻ്റെ അന്നത്തെ സംഭവങ്ങളായിരുന്നു, സാധനങ്ങളൊക്കെ ആയിരുന്നു. കൈ നോക്കിയാൽ ശരിക്കും ഈ അടുത്ത് മരിച്ച അല്ലെങ്കിൽ ഒട്ടും ഒരു 500 വർഷം പഴക്കമുള്ള ഒരാളാണെന്ന് നമുക്കൊരിക്കലും തോന്നാത്ത രീതിയിൽ പ്രിസർവ്ഡ് ആണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത്രയും തണുപ്പുള്ള ഒരു സ്ഥലത്തായിരുന്നു
ആയിരുന്നു അവർ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഡീകമ്പോസ് ആയി പോയിട്ടില്ല. ഇത് അവരുടെ ഒരു ഹെഡ് ഡ്രസ്സാണ്. അവരുടെ തലയിൽ വെച്ചിരുന്ന ഒരു തൊപ്പി, അവരുടെ പ്രത്യേക ഇൻകാസിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഫെദേഴ്സ് അത് വെച്ചിട്ടുള്ള ആ കുട്ടിക്ക് വേണ്ടിയുള്ളായിരുന്നു. അത് നോക്കി നമ്മൾ വിചാരിക്കും ഇപ്പൊ കടയിൽ നിന്ന് മേടിച്ചൊരു സാധനമാണ്, പക്ഷെ ഇത് ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു തുണിയാണ്. അത് വളരെ നല്ല ക്വാളിറ്റിയുള്ള തുണി അതിൻ്റെ കൂടെ വെച്ചിരുന്നത്. വേറെ ആളാണ് അവരുടെ ആ കുട്ടിയെ കണ്ടുപിടിച്ച സ്ഥലമാണ്. അവിടെ വേറെ ആൾ ഇരുന്നിട്ട് കാണിച്ചു തരണം. ഏകദേശം 100ഓളം വസ്തുക്കൾ വേറെ ഉണ്ടായിരുന്നു ഈ കുട്ടികളെ കൂടാണ്ട് ഇങ്ങനെ ഇവർ ബറി ചെയ്ത്. അത് ബേസിക്കലി ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ. അതായത് ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പ്യുവറാണ്. അവർ അവിടെ പോയിട്ട് അവിടുത്തെ ഇവരുടെ ആൾക്കാർക്ക് വേണ്ടി ഇവർ നിൽക്കും അല്ലെങ്കിൽ സംസാരിക്കും എന്നുള്ള വിശ്വാസമാണ് ഇവരിങ്ങനെ ചെയ്യാനുള്ള കാര്യം. അപ്പോൾ അവരുടെ കയ്യിലുള്ള ഏറ്റവും നല്ല സാധനങ്ങൾ, ഏറ്റവും ക്വാളിറ്റി സാധനങ്ങളൊക്കെ ആയിരുന്നു ഇതിൻ്റെ കൂടെ ബറി ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് ഈ ലാ ഡോൺസില എന്ന ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല പ്രിസർവ്ഡ് ആയിട്ടുള്ള മമ്മീസിൻ്റെ കഥ.